ഹലോ ഗുട്ടൻ ടാഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് റിഫ്ലെക്സീവ് വെർബൻ. റിഫ്ലെക്സീവ് വെർബൻ എന്ന് പറഞ്ഞാൽ റിഫ്ലെക്സീവ് വേർബ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ വി യൂസ് റിഫ്ലെക്സീവ് പ്രൊനൗൺസ് വിത്ത് റിഫ്ലെക്സീവ് വെർബൻ വെൻ റെഫറിങ് ടു ദ സബ്ജക്റ്റ്. അപ്പോൾ ഈ റിഫ്ലെക്സീവ് വെർബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസിൽ റിഫ്ലെക്സീവ് വെർബാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റിന് തന്നെയായിരിക്കും അവിടെ നടക്കുന്ന പ്രവൃത്തി, ആ ഒരു ആക്ഷൻ്റെ റിസൾട്ട് റിസീവ് ചെയ്യുന്നത് ആ സബ്ജക്റ്റ് തന്നെയായിരിക്കും. ആരാണോ ചെയ്യുന്നത് അയാളിലേക്ക് തന്നെയായിരിക്കും അതിൻ്റെ റിസൾട്ട് ലഭിക്കുക. അപ്പം അങ്ങനെയുള്ളൊരു സെൻറ്റൻസിനെ ഫോം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റിഫ്ലെക്സീവ് വേർബ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ റിഫ്ലെക്സീവ് വേർബിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആ ഒബ്ജക്റ്റിന് അവിടെ റിഫ്ലെക്സീവ് പ്രൊനോമൻ ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ റിഫ്ലെക്സീവ് പ്രൊനോമൻ ഏതൊക്കെയാണെന്ന് നോക്കാം. അക്യുസാറ്റീവ് റിഫ്ലെക്സീവ് പ്രൊനോമൻ ഉണ്ട്. ഇഷ്, മിഷ്, ഡു വരുന്ന സ്ഥലത്ത് ഡിഷ് എന്ന് വരും. എർസിയസിന് സെഷ് എന്ന് വരും. വിയർ ആണ് വരുന്നതെങ്കിൽ സബ്ജക്റ്റ് ഉൻസ് എന്ന് വരും. ഇയർ ആണെങ്കിൽ ഒയ്ഹ് എന്ന് വരും, അല്ലെങ്കിൽ ഒയ്ഷ് എന്ന് വരും കേട്ടോ. ഒയ്ഹ് അല്ലെങ്കിൽ ഒയ്ഷ്. പിന്നെ സിയോടെ സി ആണെങ്കിൽ അതിനും സിഷ് എന്ന് തന്നെയായിരിക്കും റിഫ്ലെക്സീവ് പ്രൊനോമൻ വരുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് ഡാറ്റീവ് റിഫ്ലെക്സീവ് പ്രൊനോമൻ ഉണ്ട്. ഇഷിന് മിയർ, ഡൂവിന് ഡിയർ, എർസിയസിന് സിഷ്, വിയറിന് ഉൻസ്, ഇയറിന് ഒയ്ഷ്, സിയോടെ സീന് സെഷ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, അക്യുസാറ്റീവും ഡാറ്റീവും തമ്മിൽ റിഫ്ലെക്സീവ് പ്രൊനോമൻ ആകെ ഡിഫറൻസ് ഉള്ളത് ഏതിനാണ്? ഇഷിനും ഡൂവിനും മാത്രമാണ് അല്ലേ. ഇഷിന് മിഷ്, ഡു, ഡിഷ്. ഇവിടെ ഇഷ്, മിയർ, ഡു, ഡിയർ. അതിന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ് അക്യുസാറ്റീവിലും ഡാറ്റീവിലും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു റിഫ്ലെക്സീവ് വെർബ് യൂസ് ചെയ്യുന്നിടത്ത് റിഫ്ലെക്സീവ് പ്രൊനോമൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം എന്താ, റിഫ്ലെക്സീവ് വെർബിന് ഡയറക്റ്റ് റിസൾട്ട് കിട്ടുന്നത് സബ്ജക്റ്റിന് തന്നെയായിരിക്കും. അപ്പോൾ അവിടെ ഒബ്ജക്റ്റ് ആരാവും? നമ്മുടെ സബ്ജക്റ്റ് തന്നെയായിരിക്കും അല്ലേ അവിടെ ഒബ്ജക്റ്റ് ആവുന്നത്. അതുകൊണ്ടാണ് നമ്മളവിടെ റിഫ്ലെക്സീവ് പ്രൊനോമൻ യൂസ് ചെയ്യുന്നത്. സബ്ജക്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നോമിനാറ്റീവിൽ നമ്മൾ എഴുതുള്ളൂ. അപ്പം ഫസ്റ്റ് പൊസിഷൻ സബ്ജക്റ്റ് ആയിട്ട് എഴുതുള്ളൂ നോമിനാറ്റീവിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒബ്ജക്റ്റിൻ്റെ സ്ഥലത്ത് നമ്മൾ റിഫ്ലെക്സീവ് പ്രൊനോമൻ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ അക്യുസാറ്റീവും ഡാറ്റീവും ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഓക്കെ, ഇഫ് ഇൻ എ സെൻറ്റൻസ് ദർ ഇസ് എൻ അക്യുസാറ്റീവ് ഒബ്ജക്റ്റ്. ഇപ്പോൾ ഒരു സെൻറ്റൻസിൽ ഇപ്പം നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് റിസൾട്ട് ലഭിക്കുന്ന ആളാണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രൊനോമനിൽ എഴുതുന്നതാണ്. ഇപ്പോൾ അവിടെ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് അക്യുസാറ്റീവ് ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മളുടെ റിഫ്ലെക്സീവ് പ്രൊനോമൻ ഡാറ്റീവ് വേണം യൂസ് ചെയ്യാൻ. കാരണം അക്യുസാറ്റീവ് അവിടെ ഉള്ളപ്പം നമുക്ക് പിന്നെ അക്യുസാറ്റീവിൽ റിഫ്ലെക്സീവ് പ്രൊനോമൻ യൂസ് ചെയ്യാൻ പറ്റില്ല, പകരം ഡാറ്റീവ് റിഫ്ലെക്സീവ് പ്രൊനോമൻ വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണാം, അപ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആവും. അപ്പോൾ ഐ വാഷ് മൈസെൽഫ് എന്ന് പറയുകയാണെങ്കിൽ ഇഷ്, വാഷ്, മിഷ് അല്ലേ. ഐ വാഷ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴുകുന്നു. എന്താ കഴുകുന്നതെന്നുള്ളതിന് നമ്മൾ പറയുന്നില്ല അല്ലേ. അപ്പോൾ ഞാൻ എന്നെ തന്നെ, അതിൻ്റെ റിസൾട്ട് ആർക്കാ? എനിക്ക് തന്നെ അല്ലേ. ഞാൻ എന്നെ തന്നെ കഴുകുന്നു എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഇഷ്, വാഷ്, മിഷ്. ആരെ? എന്നെ, മിഷ്. ഓക്കെ, ഇപ്പോൾ ഐ ഹാവ് വാഷ്ഡ് മൈസെൽഫ്, അത് ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ പറഞ്ഞ കാര്യം തന്നെ പാസ്റ്റ് ടെൻസിൽ എഴുതുന്നേ ഉള്ളൂ. ഇഷ് ഹാബെ മിഷ് ഗെവാഷൻ എന്ന് വരും. ഇഷ് ഹാബെ മിഷ് ഗെവാഷൻ. ഷീ വിൽ വാഷ് ഹെർ സെൽഫ്, അവളെ തന്നെ സ്വന്തമായിട്ട് കുളിച്ചോളൂ എന്നുള്ള രീതിയിൽ അല്ലേ. ഷീ വിൽ വാഷ് ഹെർ സെൽഫ്. പിന്നെ സി വെഡ് സെഷ് വാഷൻ, കണ്ടോ, സെഷ് വാഷൻ. ഓക്കെ, ഇവിടെ എല്ലാം നമ്മൾ അക്യുസാറ്റീവ് ആണ് യൂസ് ചെയ്തത്. ഇനി നമുക്ക് ഒരു ഡാറ്റീവ് വരുന്ന കേസ് നോക്കാം. അപ്പോൾ ഐ ആം ക്ലീനിങ് ദ ടീത്ത് മൈസെൽഫ് അല്ലേ. ഞാൻ എൻ്റെ ടീത്ത് ഞാൻ സ്വന്തമായി തന്നെ കഴുകുന്നു, ക്ലീൻ ചെയ്യുന്നു എന്നുള്ള ഇതിൽ. അപ്പോൾ എന്താ, ഇവിടെ നമുക്കൊരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്. ദി ടീത്ത് എന്നുള്ളതാണ് ഇവിടുത്തെ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ക്ലീനിങ് എന്നുള്ള റിഫ്ലെക്സീവ് വെർബാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ അത് നമ്മൾ ഡാറ്റീവിൽ വേണം എഴുതാൻ, ബിക്കോസ് ഇവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ദി ടീത്ത് വന്നേക്കുന്നുണ്ട്. അപ്പോൾ ഇഷ് പുട്സ് എ മിയർ ദി സേനെ എന്ന് പറയും. ഇഷ് പുട്സ് എ മിയർ ദി സേനെ. അടുത്ത ഐ ടേക്ക് കെയർ ഓഫ് മൈ ഫാദർ മൈസെൽഫ് അല്ലേ. അവിടെയും നമുക്ക് ഐ ടേക്ക് കെയർ ഓഫ് മൈ ഫാദർ മൈസെൽഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? സിഷ് കുമാർ എന്ന് പറഞ്ഞാൽ, സിഷ് കുമാർ എന്ന് പറഞ്ഞാൽ റിഫ്ലെക്സീവ് വെർബാട്ടോ. അവിടെ സിഷ് നമ്മൾ എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിനോട്ട് ചെയ്യാൻ, റിഫ്ലെക്സീവ് വെർബാണെന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് സിഷ് കുമാർ നമ്മൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇഷ് കുമാരെ മിഷ് അല്ലേ, ഞാൻ സ്വന്തം എന്നെ തന്നെ അല്ലേ. ഇഷ് കുമാരെ മിഷ് ആരെ? ദേൻ ഫാറ്റ, ദേൻ ഫാറ്റ. അവിടെ എന്നുള്ള ഒരു പ്രപ്പോസിഷൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് പ്രപ്പോസിഷണൽ ഒബ്ജക്റ്റ് ആണ് ദേൻ ഫാറ്റർ. അതുകൊണ്ട് എന്താ, നമുക്ക് മിഷ് എന്നുള്ളത് അക്യുസാറ്റീവിൽ എഴുതാൻ പറ്റും അല്ലേ, ഡാറ്റീവ് എഴുതേണ്ട ആവശ്യമില്ല, ബിക്കോസ് മറ്റേത് ഒരു പ്രപ്പോസിഷണൽ ഒബ്ജക്റ്റ് ആയതുകൊണ്ട്. നമുക്ക് കുറച്ച് റിഫ്ലെക്സീവ് വെർബുകൾ പഠിക്കാം. അപ്പോൾ സിഷ് ഫ്രോയിൻ, ഔഫും ഉണ്ട് യൂബറും ഉണ്ട്.
സിഷ് ഫ്രോയിൻ ഔഫ് അല്ലെങ്കിൽ സിഷ് ഫ്രോയിൻ യൂബർ, ടു ബി ഹാപ്പി എന്നുള്ള മീനിങ്. അപ്പോൾ സിഷ് ഫ്രോയിൻ ഔഫ് എന്ന് പറയുമ്പം നമ്മളിനി മുന്നോട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഹാപ്പി ആണെന്നുള്ളത് നമ്മൾ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സിഷ് ഫ്രോയിൻ ഔഫ് എന്നുള്ള പ്രിപ്പോസിഷൻ. ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഞാൻ ഇന്നലെ നടത്തിയ പാർട്ടീനെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ സിഷ് ഫ്രോയിൻ യൂബർ ആയിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ. യൂബർ, ഐ എം ഹാപ്പി അബൌട്ട് അവർ സക്സസ് അല്ലേ, നമ്മുടെ സക്സസിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഹാപ്പിയാണ്. അതുപോലെ അടുത്താണ് സിഷ് ഫെർലീബൻ, ടു ഫോൾ ഇൻ ലവ് എന്നുള്ള ആട്ടോ നമ്മൾ അതിൻ്റെ അടുത്ത് യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ. ഐ ഫോൾ ഇൻ ലവ് വിത്ത് യു എന്നൊക്കെ പറയുമ്പോൾ എന്താ ഫെർലീബൻ എഴുതും, റിഫ്ലെക്സീവ് വെർബ് ആയതുകൊണ്ട് ഞാൻ അല്ലേ ഐ ഫോൾ ഇൻ ലവ് അല്ലേ, ഇഷ് ഫെർലീബെ മിഷ് ഇന്ന് വേണം നമ്മൾ യൂസ് ചെയ്യാൻ അവിടെ പ്രിപ്പോസിഷനായിട്ട്. അപ്പം എങ്ങനെ വരും? ഐ ഫോൾ ഇൻ ലവ് വിത്ത് യു എന്നുള്ള വരുമ്പം നമ്മൾ ഇഷ് ഫെർലീബെ മിഷ് ഇൻ ഡിഷ് എന്ന് പറയാൻ പറയും, ഇൻ ഡിഷ്. ഓക്കെ, അവിടെ യൂസ് ചെയ്യേണ്ടത് വിത്ത് ആയിരിക്കില്ല, ഇൻ എന്നുള്ള പ്രിപ്പോസിഷനാണ്. കാരണം അതിൻ്റെ കൂട്ടത്തിൽ പോകുന്ന പ്രിപ്പോസിഷൻ ഇൻ ആണ് ആ ഒരു വെർബിൻ്റെ കൂട്ടത്തിൽ. അതുപോലെ സിഷ് ബെഷ്വേരൻ യൂബർ അല്ലെങ്കിൽ ബൈ, ടു കംപ്ലെയിൻ എന്നുള്ള മീനിങ്. സിഷ് ബെഷ്വേരൻ യൂബർ എന്ന് പറഞ്ഞാൽ എന്തിനേലും കുറച്ച് കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ യൂബർ പറയും. ആരുടെയും അടുത്ത് പോയി കംപ്ലയിൻറ്റ് വേണം, എന്താ പോലീസുകാരുടെ അടുത്ത് പോയി കംപ്ലയിൻറ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ബൈ നമ്മൾ പറയും. ഓക്കെ, അതിന് സിഷ് ക്യുമേൺ ടു ടേക്ക് കെയർ ഓഫ് എന്നുള്ളതിന് സിഷ് ക്യുമേൺ എന്നുള്ള പ്രപ്പോസിഷൻ ആയിരിക്കും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ യൂസ് ചെയ്യാം. ഐ ടേക്ക് കെയർ ഓഫ് മൈ ഫാദർ എന്നൊക്കെ പറയുമ്പോൾ ആയിരിക്കും. നമ്മൾ ഓൾറെഡി ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. അതുപോലെ സിഷ് ബെ ഐലിൻ, ടു ഹറി. സിഷ് ബെഡാങ്കൻ, ഫ്യൂറും ഉണ്ട് ബൈയും ഉണ്ട്, ടു താങ്ക് എന്നുള്ള മീനിങ്. എന്തിനേലും വേണ്ടി എന്തെങ്കിലും ചെയ്തു തന്നതിനോ അങ്ങനെ താങ്ക് യു പറയുമ്പോൾ ഫ്യൂറും, ആരുടെയും അടുത്ത് പോയി താങ്ക്സ് പറയുമ്പോൾ ബൈ എന്നുള്ള, ആരുടെയെങ്കിലും താങ്ക്സ് പറയുമ്പോൾ. സിഷ് ബെഫിൻഡൻ ഇൻ, ടു ബി ലൊക്കേറ്റഡ് ഇൻ എന്നുള്ള ഒരു മീനിങ്ങിൽ. സിഷ് ബെവേർബിൻ ടു അപ്ലൈ ടു അല്ലെങ്കിൽ ടു അപ്ലൈ അറ്റ് എന്നുള്ളതിനാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ സിഷ് എൻഷ്ലീസൻ സൂ, ടു ഡിസൈഡ്. സിഷ് വുണ്ടേൺ യൂബർ, ടു വണ്ടർ എബൌട്ട് എന്തിനേലും കുറിച്ച് വണ്ടർ ചെയ്യുക എന്നുള്ള ഒരു ഇതിൽ പറയുമ്പോൾ. സിഷ് ഷെയ്മൻ ഫിയർ, ടു ബി അഷെയിംഡ് ഫോർ. സിഷ് ഇൻട്രസീറിൻ ഫിയർ, ടു ബി ഇൻട്രസ്റ്റഡ് ഇൻ എന്തിനേലും ഇൻട്രസ്റ്റഡ് ആണ് എന്നൊക്കെ പറയുമ്പോൾ ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ എന്നൊക്കെ പറഞ്ഞാൽ ഇഷ് എന്താ ഇൻട്രസ്റ്റീറെ മിഷ് ഫിയർ ഷ്വിമ്മൻ അങ്ങനെയൊക്കെ പറയാം. ഐ കംപ്ലെയിൻ അബൌട്ട് മൈ ഫ്രണ്ട് എന്ന ഇഷ് ബെഷ്വേരെ മിഷ് യൂബർ മൈനം ഫ്രോയിൻഡ് എന്ന് വരും. താഴെ ഹി കംപ്ലെയിൻസ് അബൌട്ട് ഹിസ് ഫ്രണ്ട് എന്നുള്ള കേട്ടോ താഴത്തെ എയർ ബെഷ്വേർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വി ആർ ഹാപ്പി അബൌട്ട് ദ വെക്കേഷൻ കണ്ടോ, അബൌട്ട് ദ വെക്കേഷനെ കുറിച്ചോ അല്ലേ. വി ആർ ഫ്രോയിൻ ഉൻസ് കണ്ടോ, അവിടെ വിയർ വരുന്നതുകൊണ്ട് ഉൻസ് വേണം റിഫ്ലെക്സീവ് പ്രൊനൗൺ യൂസ് ചെയ്യാൻ വിയറിൻ്റെ കൂട്ടത്തിൽ അല്ലേ. യൂബർ ദെൻ ഉർലൗബ്. ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ദ ജർമ്മൻ ലാംഗ്വേജ്. Ich interessiere mich für die deutsche Sprache. ഇഷ്ടമായതുകൊണ്ട് മിഷ് എന്നുള്ളത് വരും. ഐ റിമെമ്പർ യുവർ ടെലിഫോൺ നമ്പർ മൈസെൽഫ്, ഞാൻ സ്വന്തമായിട്ട് ഓർക്കുന്നുണ്ടെന്ന്. അപ്പോൾ പിന്നെ ഇഷ് മെർക്കെ മിയർ ഡൈനെ ടെലിഫോൺ നമ്പർ. ഇവിടെ എന്തുകൊണ്ടാണ് മിയർ വന്നേ? ഇവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആരെ എൻ്റെ ഫോൺ നമ്പർ, അത് നമുക്ക് ഡയറക്റ്റ് ഒബ്ജക്റ്റ് അങ്ങനെ തന്നെ കൊടുത്തേക്കുന്നതുകൊണ്ട് ഡാറ്റീവിൽ വേണം നമ്മൾ റിഫ്ലെക്സീവ് പ്രൊനൗൺ എഴുതാൻ. അപ്പോൾ ഇഷ് വരുന്നതുകൊണ്ട് മിയർ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നീടുള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ സം വെർബ്സ് കെൻ സ്റ്റാൻഡ് ആസ് റിഫ്ലെക്സീവ് ഓർഡർ ഓൺ എ റിഫ്ലെക്സീവ്. ചില വെർബുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, അവർക്ക് റിഫ്ലെക്സീവ് ആവാം അല്ലാണ്ടും ആവാം. അതായത് എക്സ്റ്റേ വെർബിനും ഉന്നെക്സ്റ്റേ വെർബിൻ എന്ന് പറയും. ഓക്കെ, നമ്മൾ B1 കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണും എക്സ്റ്റേ വെർബിനും ഉന്നെക്സ്റ്റേ വെർബിനും. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ സോ ഫസ്റ്റ് വൺ ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് അല്ലേ. അപ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് യു എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ ഞാൻ നിന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നല്ലേ, ഞാൻ എന്നെ തന്നെ അല്ല. അപ്പോൾ എന്താ ഇവിടെ നമുക്ക് ഉന്നെക്സ്റ്റേ വെർബിനാണ്. ഐ അണ്ടർസ്റ്റാൻഡ് യു അല്ലേ, ഫസ്റ്റ് ഡിഷ് ഞാൻ നിന്നെ. അപ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് ദ ഐ അണ്ടർസ്റ്റാൻഡ് ദ ഗ്രാമർ, അതും എന്താ ഫസ്റ്റ് ദി ഗ്രമാറ്റിക്. അടുത്ത വി അണ്ടർസ്റ്റാൻഡ് അവർ സെൽസ് ഗുഡ്, എന്താ ഞങ്ങളെ തന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് പറയുമ്പോൾ എന്താ ഇവിടെ വിയും ആർ സെൽസ് അല്ലേ രണ്ടും റിഫ്ലെക്സീവ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വി ആർ ഫെർസ്റ്റേൻ ഉൻസ് ഗുഡ് അല്ലേ. ഹി അണ്ടർസ്റ്റാൻഡ് ഹിംസെൽഫ്, അവന് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്താ അവന് കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നല്ല മീനിങ് അല്ലേ, അവന് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അപ്പോൾ അതെന്താ
എക്സ്റ്റേ വെർബിനായി റിഫ്ലെക്സീവ് വെർബാണ്. അപ്പോൾ എർ ഫെർസ്റ്റേറ്റ് സെഷ് എന്ന് വരും. അതുപോലെ വരുന്നൊരു എക്സാമ്പിളാണ് എർഗൻ, ടു ബി ആംഗ്രി അല്ലെങ്കിൽ അപ്സെറ്റ് അനോയ്സ് എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഐ ആം ആംഗ്രി അറ്റ് യു. ഇഷ് എർഗരെ ഡിഷ്. യുവർ ക്വസ്റ്റ്യൻ അനോയ്സ് മീ. ഇവിടെ എന്താ യുവർ ക്വസ്റ്റ്യൻ ആണ് സബ്ജക്റ്റ്. ആരെ അനോയുന്ന എന്നെ. രണ്ടും രണ്ടാണ് അല്ലേ. അപ്പോൾ ഡൈനിഫ്രാഗെ എർഗെറ്റ് മിഷ് എന്ന് വരും. ഒരടുത്ത എക്സാമ്പിൾ അല്ല, ഐ ആം അപ്സെറ്റ് അബൌട്ട് ദ വെദർ അല്ലേ. സ്വന്തമായിട്ടാണ് അപ്സെറ്റ് ആയിരിക്കുന്നത് എന്തിനെക്കുറിച്ച്, അബൌട്ട് ദ വെദർ. അപ്പോൾ ഇഷ് എർഗരെ മിഷ് ഉബർ ദസ് ബെറ്റർ. അടുത്ത എക്സാമ്പിൾ ആണ് സിഷ് അൻസിയൻ, ടു പുട്ട് ഓൺ അല്ലെങ്കിൽ ടു ഗെറ്റ് ഡ്രസ്ഡ് എന്നുള്ള മീനിങ്. അപ്പോൾ ഐ എം ഗെറ്റിംഗ് ഡ്രസ്ഡ് ഇഷ് സിയെ മിഷ് അൻ അല്ലേ, സ്വന്തമായിട്ട്. ഐ എം പുട്ടിങ് ഓൺ എ ജാക്കറ്റ്, അതും സ്വന്തമായിട്ടല്ലേ. ഇഷ് സിയെ മിയർ ഐനൻ പുല്ലോവർ അൻ. ഇവിടെ ആരെ, ഒരു ജാക്കറ്റിനെ, അതൊരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ മിയർ എന്നുള്ളത് വെച്ച്. മുകളിൽ സ്വന്തമായി ഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ള മീനിങ്ങിലേ പറയുന്നുള്ളൂ. അവിടെ ഒബ്ജക്റ്റ് വന്നിട്ടില്ല. സോ നമ്മളവിടെ മിഷ് എന്നുള്ള എടുത്തു. ആ അന്ന് ലാസ്റ്റ് വന്നിരിക്കുന്ന അൻസിയൻ എന്ന വെർബ് ട്രെമ്പാരം വെർബ് ആയതുകൊണ്ട് കേട്ടോ മുറിച്ചെഴുതിയിരിക്കുന്നതാണത്. സിഷ് വാഷൻ കണ്ടോ, ഹി വാഷസ് ഹിംസെൽഫ് എന്നുള്ള മീനിങ്ങില്ല. എന്താ എർ വേഷ്ഡ് സെഷ്. ഹി വാഷസ് ഹിസ് ഹാൻഡ് ഹിംസെൽഫ് എന്ന് പറയുമ്പോൾ എർ വേഷ്ഡ് സെഷ് സൈനെ ഹേൻഡേ. ഡാറ്റീവിലാണ് സെഷനൊന്നും മാറ്റം വരുന്നില്ലേ. മിയറിനും ഡിയർ ആ രണ്ടിനുമാണ് ഡാറ്റീവ് അക്യൂസേറ്റീവ് തമ്മിൽ ചേഞ്ച് വരുന്നത്. പിന്നെ ഐ വാഷ് മൈ ഹാൻഡ് മൈസെൽഫ്. അപ്പോൾ എന്ത് വരും, ഇഷ് വാഷ് എ മിയർ. കണ്ടോ അവിടെ ആണെങ്കിൽ ചേഞ്ച് വരും. അല്ലെങ്കിൽ അക്യൂസാറ്റീവും ഡാറ്റീവും സെയിം ആണ് വരുന്നത്, ഇഷിനും ഡൂവിനും ഒഴികെ. ഐ കോം മൈ ഹെയർ. സിഷ് കെയിം എന്നുള്ള വേർഡാണ്. അപ്പോൾ ഇഷ് കെയിം എ മിയർ മൈന ഹാരെ. ഐ കോം മൈസെൽഫ്. ഇഷ് കെയിം എ മെഷ്. അപ്പം നമുക്ക് കുറച്ച് റിഫ്ലെക്സീവ് വെർബിനാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് സിഷ് ബെഡാങ്കിൻ. സിഷ് ബെ ആയാലും നമ്മൾ ഓൾറെഡി കണ്ടത്. സിഷ് ബെഫിൻഡൻ, സിഷ് എർ ഹോലൻ, സിഷ് ഷെയ്മൻ അതും കണ്ടു. സിഷ് ഫെർഷ് പെയ്റ്റൻ, സിഷ് എർ കേൽറ്റൻ, സിഷ് ഫോർബറൈറ്റൻ. അപ്പം നിങ്ങൾക്ക് ഒരു ചെറിയ ഹോംവർക്ക് ഉണ്ട്. ഇത് നിങ്ങൾ സെർച്ച് ചെയ്യുക, ലിയോയിൽ കയറി അതിൻ്റെ മീനിങ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ. ചൂസ്.